കാസർഗോഡ് ജില്ലയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. ഗ്രാമപഞ്ചായത്തുകളെ അപേക്ഷിച്ച് മുനിസിപ്പാലിറ്റികളിലാണ് കൂടുതൽ പോളിംഗ്. കാസർഗോഡ് നിന്ന് ജോസഫ് അഗസ്റ്റിൻ ചേരും. കാസർഗോഡ് ജില്ലയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളെ അപേക്ഷിച്ച് മുനിസിപ്പാലിറ്റികളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിലും സമാന രീതിയിൽ പോളിംഗ് ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 70% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇത്തവണയും 70% പോളിംഗ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ യന്ത്ര തകരാർ മൂലം ഭാഗികമായി വോട്ടിംഗ് തടസ്സപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതിനുശേഷം ഈ തകരാർ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിലേക്കാണ് അഭിമാന പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ തവണ LDF ഭരിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് ഇത്തവണ LDF നിലനിർത്തുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. 7-7 എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ തവണത്തെ കക്ഷി നില ഉണ്ടായിരുന്നത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം LDF പിടിച്ചെടുക്കുകയായിരുന്നു. ഇത്തവണയും മത്സരം കടുക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരമാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടത്. 3 മുനിസിപ്പാലിറ്റികളിൽ 2 ഭരിക്കുന്നത് LDF-ഉം 1 UDF-ഉമാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റി UDF-ഉം കാഞ്ഞങ്ങാട് നീലേശ്വരം മുനിസിപ്പാലിറ്റികൾ ഭരിക്കുന്നത് LDF-ഉമാണ്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലും നീലേശ്വരം മുനിസിപ്പാലിറ്റിയിലും ഇതിനോടകം തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് LDF-ന് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇടതുപക്ഷമുള്ളത്. അതേസമയം മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. എന്തായാലും കാസർഗോഡ് നഗരസഭയിൽ താരതമ്യേന കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് പ്രതികൂലമായി ബാധിക്കുമോ എന്നൊരു ആശങ്ക കൂടി മുസ്ലിം ലീഗിനുണ്ട്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചിലയിടങ്ങളിൽ ഭാഗികമായി വോട്ടിംഗ് തടസ്സപ്പെട്ടതൊഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് പുലർച്ചെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് കുമ്പടാച്ചിയിൽ നിന്നാണ്. LDF സ്ഥാനാർത്ഥിയുടെ വീടിന് സമീപത്ത് നിന്ന് ഒരു സ്ഫോടനം നടക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. നാടൻ ബോംബുകളാണ് പൊട്ടിയതെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ പ്രദേശങ്ങളിൽ പന്നി ശല്യം രൂക്ഷമാണ്. അതിനെ തുടർന്ന് നാട്ടുകാർ ഉപേക്ഷിച്ച പടക്കത്തിൽ നിന്നാണോ ഇത്തരത്തിൽ സ്ഫോടനമുണ്ടായതെന്നുള്ള സംശയമാണ് ഉയരുന്നത്. എന്തായാലും ബദിയടുക്ക് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി 3ഓളം ബോംബുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് പോലീസ് നിർവീര്യമാക്കുന്നതിനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചു വരികയാണ്. എന്തായാലും ജില്ലയിൽ പ്രശ്നബാധിത ബൂത്തുകളിലെല്ലാം തന്നെ സമാധാനപരമായി തിരഞ്ഞെടുപ്പ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്.